അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു ഇളനീർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തെങ്ങുള്ളവർ മസ്റ്റായിട്ട് 2 ഇളനീർ പൊട്ടിച്ചിട്ട് ഈ വീഡിയോ ഫുള്ളായി കണ്ട് നോക്കി ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. കാരണം ഒരുപാട് പാചകം അടിക്കാതെ തന്നെ നമുക്ക് വേഗം തന്നെ പാചകത്തിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ 2 പാക്കറ്റ് മിൽമ സാദാ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല. അപ്പോൾ ഇത് നല്ലോണം ഇനി ഇളക്കി ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇളനീരും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഇളനീരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ 2 ഇളനീരിൽ ഞാൻ ഇളനീരിൻ്റെ കാമ്പും അതുപോലെ തന്നെ വെള്ളം സെപ്പറേറ്റായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ആദ്യം ഇളനീരിൻ്റെ കാമ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇളനീരിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമ്മുടെ അരച്ച ഈ ഇളനീരിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിക്കുമ്പോഴൊക്കെ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പായസം ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് കേട്ടോ. നമ്മൾ ഈ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് പിരിയാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് പാട കെട്ടും. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർക്കുക. വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ഇളനീരിൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പം നമ്മളുടെ പായസം നല്ല ഇങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് കുറുകി ഇങ്ങനെ വറ്റി വരും, അതാണ് കേട്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലിട്ടൊന്ന് വറുത്ത് കോരി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഇളനീർ പായസം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇത് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.